Plus one chemistry first chapter, some basic concept of chemistry. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, കെമിസ്ട്രിയിൽ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് തിയറി പോർഷൻ വളരെ കുറവാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കൂടുതലും ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് മോർ കൺസെപ്റ്റും സ്റ്റോഷിയോമെട്രിയുമായിട്ട്, മോർ കൺസെപ്റ്റും ബാലൻസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അതുകൂടാതെ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അതൊക്കെയാണ്. തിയറി പോർഷൻ വളരെ കുറവാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇതിൻ്റെ കുറച്ച് തിയറികൾ നോക്കാം. ബേസിക് കൺസെപ്റ്റ്സിൽ ആദ്യം എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നൊരു ഇതെന്ന് പറയുന്നത്, ടേം എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുന്നതിനുള്ള റൂൾസ് ഓർക്കണം. എന്തൊക്കെയായിരുന്നു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള റൂൾസ്? ഒന്നാമത് ഞാൻ റൂൾസ് എന്ന് പറയാം. ഫസ്റ്റ് റൂള്, all non-zero digits are significant. All non-zero digits are significant. So, for example, 138. ഇതിൽ significant figures എത്രയാണ്? 3 ആണ്. Because ഇവിടെ non-zero digit 3 വരുന്നു, അല്ലേ? 1.26. ഇവിടെ significant figures എത്രയാണ്? 3. ഇവിടെയും 3 ആണ്, അല്ലേ? Because ഇവിടെ വന്നിരിക്കുന്നതെല്ലാം എന്താണ്? non-zero digits ആണ്. ഇപ്പോൾ non-zero digits എല്ലാം significant ആണ്, whether it contains decimal point or not. അതാണ് ഫസ്റ്റ് റൂൾ. All non-zero digits are significant. Then രണ്ടാമത്തെ പോയിന്റ്, all zeros before the first non-zero digits are not significant. അല്ലേ? ഫസ്റ്റ് non-zero ഡിജിറ്റിന് മുൻപ് വരുന്ന സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 0.03, ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 1 ഉള്ളൂ. കാരണം ഫസ്റ്റ് non-zero ഡിജിറ്റിന് മുൻപ് വരുന്ന സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അതുപോലെ 0.00215, ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 3 വരും. ബിക്കോസ് ഫസ്റ്റ് non-zero ഡിജിറ്റിന് മുൻപ് വരുന്ന സീറോസ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ദെൻ മൂന്നാമത്തത്, all zeros between two non-zero digits are significant. അല്ലേ? രണ്ട് non-zero ഡിജിറ്റിന് ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1.08, ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര വരും? 3. ബിക്കോസ് രണ്ട് non-zero ഡിജിറ്റിന് ഇടയ്ക്ക് വരുന്ന സീറോ എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ 2.006, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 1, 2, 3, 4. ഈ രണ്ട് സീറോസ് കൂടെ കൗണ്ട് ചെയ്തിട്ട് 4 വരും. ബിക്കോസ് രണ്ട് non-zero ഡിജിറ്റിനിടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി non-zero ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന സീറോസ്, non-zero ഡിജിറ്റ്സ് വരുന്ന സീറോസ് എല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഫസ്റ്റ് non-zero ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന സീറോസ് എല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ 280 പോയിന്റ്സ്. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 4 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. non-zero ഡിജിറ്റ് കഴിഞ്ഞു വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 130യിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ബിക്കോസ് ഇവിടെ എന്ത് വരുന്നില്ല? ഡെസിമൽ പോയിന്റ് വരുന്നില്ല. അതേസമയം ഇത് 130 ഇങ്ങനെ ഇട്ടാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 3 വരും. അതുപോലെ 130.0 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 4 വരും. അപ്പോൾ non-zero ഡിജിറ്റ് കഴിഞ്ഞു വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോൾ മാത്രമാണ്? ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ 130യിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ബിക്കോസ് അവിടെ എന്ത് വരുന്നില്ല? ഡെസിമൽ പോയിന്റ് വരുന്നില്ല. അതുപോലെ 2.0, 2 എന്ന് എഴുതിയാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1 ഉള്ളൂ. 2.0 എന്ന് എഴുതിയാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 2 വരും. അതുപോലെ 2.00 എന്ന് എഴുതിയാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 3 വരും. പിന്നെ മറ്റൊരു പോയിന്റ്, നമ്പേഴ്സ് സയന്റിഫിക് നൊട്ടേഷൻ, അതായത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്നു. സയന്റിഫിക് നൊട്ടേഷൻ അഥവാ എക്സ്പോണൻഷ്യൽ ഫോം 10ന്റെ പവർ ആയിട്ട് എഴുതുന്നു. ഇപ്പോൾ 5.6 × 10⁵ ഇങ്ങനെ 10ന്റെ പവർ ആയിട്ട്
എക്സ്പോണൻഷ്യൽ ഫോർമുല അല്ലെങ്കിൽ സയന്റിഫിക് നൊട്ടേഷൻ വരുമ്പോൾ only the numerical part determines significant figures. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 2. അവിടെ എന്ത് വരുന്നില്ല? 10ന്റെ പവർ ഇത് വരുന്നില്ല. ഇത് ന്യൂമറിക്കൽ പാർട്ട് മാത്രമേ എന്തിൽ വരുന്നുള്ളൂ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതുപോലെ നമ്മുടെ അവഗാഡ്രോ നമ്പർ 6.023 into 10⁻23. അവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയായിരിക്കും? 4. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുന്നതിനുള്ള മെയിൻ റൂൾസ് ഇതാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു നമ്പറിൽ വരുന്ന എല്ലാ നോൺ സീറോ ഡിജിറ്റും എന്തായിരിക്കും? സിഗ്നിഫിക്കൻസ് ആയിരിക്കും. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ട്, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുൻപ് വരുന്ന സീറോസ് ഒന്നും എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. സോ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഒന്നേ ഉള്ളൂ, ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. പിന്നെ മൂന്ന്, സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. രണ്ട് നോൺ സീറോ ഡിജിറ്റിന് ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന സീറോസ്, നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന സീറോസ് എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. എങ്ങനെയാണെങ്കിൽ മാത്രം അവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രം. സോ 280.0 എന്ന് പറഞ്ഞാൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈ സീറോയുടെ ചേർത്ത് 4 പറയും. പക്ഷേ 130യുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ബിക്കോസ് ഇത് എന്തില്ല? ഡെസിമൽ പോയിന്റ് ഇല്ല. അതേസമയം 130 പോയിന്റ് എന്നിട്ടിരുന്നാൽ അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 3 വരും. ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര വരും? 4. അടുത്തത്, ഒരു നമ്പർ സയന്റിഫിക് നൊട്ടേഷൻ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ അവിടെ ന്യൂമറിക്കൽ ഫിഗേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ന്യൂമറിക്കൽ പാർട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുന്നതിനുള്ള മെയിൻ റൂൾസ്. പിന്നെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ, അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അവിടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് വരുന്നുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം, അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫൈനൽ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മിനിമം നമ്പർ ഓഫ് ഡെസിമൽ, തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം ഡെസിമൽ പോയിന്റ് വരുന്നത് ഏതിനാണ് അതേപോലെ വേണം റിസൾട്ട് എഴുതാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇങ്ങനെ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നുണ്ട്. 32.43 3.5 തമ്മിൽ ആഡ് ചെയ്യാണ്. അപ്പോൾ റിസൾട്ട് നമുക്കറിയാം 35.93 വരും അല്ലേ? ഈ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്ത് വരും? 35.93. ഇത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ റൂൾ പ്രകാരം എഴുതുമ്പോൾ ആൻസർ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 35.9 എന്നാണ്. ബിക്കോസ് അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടക്കുമ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ്? മിനിമം നമ്പർ ഓഫ്, തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് വരുന്ന രീതിയിൽ വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതിൽ ഡെസിമൽ പ്ലേസ് 2 ഉണ്ട്, ഇവിടെ ഡെസിമൽ പ്ലേസ് 1 ഉള്ളൂ. സോ നമുക്ക് കിട്ടുന്ന ആൻസറും എങ്ങനെ എഴുതണം? ഇതിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് വരുന്ന രീതിയിൽ 1 വരുന്ന രീതിയിൽ വേണം എഴുതാൻ. സോ ആൻസർ 35.9. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്? അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നടക്കുമ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെ വേണം റിപ്പോർട്ട് ചെയ്യാൻ? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം ഡെസിമൽ പ്ലേസ് വരുന്ന ഏതിലാണോ അതേപോലെ വേണം ആൻസർ എഴുതാൻ. സോ ഇവിടെ ആൻസർ ഇതാണെങ്കിൽ മിനിമം ഡെസിമൽ പ്ലേസ് വരുന്നത് ഇത് വരുന്നത് ഇവിടെയാണ്. സോ ആൻസറും ഒരു ഡെസിമൽ പോയിന്റ് വരുന്ന രീതിയിൽ. ഇനി അത് അഡീഷനിലും സബ്ട്രാക്ഷനും. അതേസമയം മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? മിനിമം തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത് ഏതിലാണോ അതിലെ പോലെ റിപ്പോർട്ട് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ പോയിന്റ് ഇതാണ്, മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും റിസൾട്ട് എങ്ങനെയാണ് കാണിക്കേണ്ടത്? റിസൾട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ 51.02 1.31 തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ആക്ച്വൽ ആൻസർ ഇതാണ്. പക്ഷേ സിഗ്നിഫിക്കൻറ്റ് റൂൾ പ്രകാരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയത് 66.8 സാമ്പിൾ. ബിക്കോസ് അഡീഷനും സബ്ട്രാക്ഷനും ആൻസർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1 2 3 4 വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ 1 2 3. സോ മിനിമം വരുന്ന ഇതിലല്ലേ? അതുകൊണ്ട് കിട്ടുന്ന ഫൈനൽ ആൻസറും എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം?
മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിൽ 3 വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ ഇത് 3 വരുന്ന രീതിയിൽ 66.8 എന്ന് എഴുതാം. സിമിലർലി ഇവിടെ ഞാൻ എൻ്റെ നമ്പറിന് ഡിവിഷൻ ചെയ്തിരിക്കുകയാണ്. 0.46 ഡിവൈഡഡ് ബൈ 15.734. അപ്പോൾ ആക്ച്വൽ ആൻസർ ഇതാണ്. പക്ഷെ അത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ റൂൾ പ്രകാരം എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു? 0.029. ബിക്കോസ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും ആൻസർ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത് ഏതിലാണോ അതുപോലെ എഴുതണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്നത് ഇതിലല്ലേ? എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇവിടെ? ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുൻപ് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് അല്ലാത്തതാണ്. സോ ഇവിടെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളൂ. അപ്പോൾ ആൻസറും എങ്ങനെ എഴുതണം? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരുന്ന രീതിയിൽ 0.029. ശരിയല്ലേ? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2. അപ്പോൾ എന്താണ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുന്നതിൽ ഓർക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അഡീഷനിലും സബ്ട്രാക്ഷനിലും എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അഡീഷനും സബ്ട്രാക്ഷനിലും റിപ്പോർട്ട് എഴുതുന്നത്, റിസൾട്ട് എഴുതുന്നത് എങ്ങനെയാണ്? മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് വരുന്നത്. ഇപ്പൊ ഈ രണ്ടും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ 35.93 ആയിരുന്നു. പക്ഷെ ആൻസർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു? 35.9. ബിക്കോസ് അഡീഷനും സബ്ട്രാക്ഷനും ആൻസർ എങ്ങനെയാണ് എഴുതുന്നത്? മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പോയിന്റ് വരുന്നത്. അപ്പൊ ഇതിൽ ഡെസിമൽ പോയിന്റ് 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. സോ ആൻസറും 1 ഡെസിമൽ പോയിന്റ് വരുന്ന രീതിയിൽ 0.9 എന്ന് കറക്റ്റ് ചെയ്തു. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനിലും ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് കാണിക്കേണ്ടത്? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം ഡെസിമൽ പോയിന്റ് വരുന്ന രീതിയിലാണോ അതുപോലെ എഴുതുക. അതേസമയം അഡീഷനിലും സബ്ട്രാക്ഷനിലും എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് എഴുതേണ്ടത്? മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിലാണോ അതുപോലെ എഴുതണം. ഇപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, ആക്ച്വൽ പ്രോഡക്റ്റ് 66.8362 ആണ്. പക്ഷേ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്തു? 66.8. ബിക്കോസ് ഈ രണ്ട് നമ്പറിലും മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന രീതിയിലാണ്. ഇതിൽ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 വരുന്ന രീതിയിൽ ഇതെങ്ങനെ എഴുതി? 66.8. അപ്പോൾ അഡീഷണലും സബ്ട്രാക്ഷനിലും മിനിമം ഡെസിമൽ പോയിന്റ് വരുന്ന രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും തന്നിരിക്കുന്ന നമ്പേഴ്സിൽ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരുന്ന ഏതിലാണ് അതുപോലെ വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ട റൂൾസ്.